ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ അരവിന്ദേട്ടൻ്റെ ആ ഒരു ബോഡിക്ക് മുന്നിൽ ഇരുന്നുകൊണ്ട് എല്ലാവരും ചങ്ക് പൊട്ടി കരയും കേട്ടോ. അപ്പോൾ അരവിന്ദേട്ടൻ്റെ പെങ്ങൾ വന്നിട്ട് എൻ്റെ അരവിന്ദേട്ടൻ എന്താ പറ്റിയെന്നും ചോദിച്ചുകൊണ്ട് ഭയങ്കര കരച്ചിൽ. അപ്പോൾ എൻ്റെ നാക്ക് പിഴച്ച് പോയല്ലോ എന്നും പറഞ്ഞ് ചങ്കത്തടിച്ച് ഭയങ്കര കരച്ചിൽ. അപ്പോൾ എല്ലാവരും ഇങ്ങനെ തകർന്ന് തരിപ്പണമായിരിക്കുക. അരവിന്ദേട്ട അരവിന്ദേട്ടാന്ന് വിളിച്ച് ഭയങ്കര കരച്ചില്ല. അപ്പോൾ അരവിന്ദേട്ടൻ്റെ അനിയത്തിയല്ലേ വിളിക്കുന്നത്, ഞാൻ ഒന്നും വേണമെന്ന് വെച്ച് പറഞ്ഞതല്ലല്ലോ, ഞാൻ അന്നേരത്തെ ദേഷ്യത്തിന് അങ്ങ് പറഞ്ഞു പോയതാണെന്നൊക്കെ പറഞ്ഞു ഭയങ്കര എണ്ണിപ്പറക്കലും കരച്ചിലും. അതിനെന്നോട് പരകാരം ചോദിച്ചാണോ അരവിന്ദേട്ട ഈ കിടപ്പെന്നും ചോദിച്ച് അവർ ഭയങ്കര കരച്ചില്ല. എല്ലാവരും ഇങ്ങനെ ചങ്കത്തടിയും നിലവിളിയൊക്കെ ആയിട്ട് ഭയങ്കര കരച്ചിലായിട്ട് ഇങ്ങനെ ഇരിക്കുക കേട്ടോ. എൻ്റെ അരവിന്ദേട്ടാന്ന് വിളിച്ച് ഭയങ്കര എണ്ണിപ്പറക്കും കരച്ചിലും. അപ്പോൾ ആ ഒരു അവസ്ഥയിൽ എല്ലാവരും തളർന്ന് അങ്ങനെ ഇരിക്കുക. അപ്പോൾ ഗായത്രി ഇങ്ങനെ നോക്കുവാണ്, നമ്മുടെ അരവിന്ദേട്ടൻ്റെ പെങ്ങളുടെ മോൻ. അപ്പോൾ നിങ്ങളെനിക്ക് ഏട്ടനായിരുന്നില്ലല്ലോ എൻ്റെ അരവിന്ദേട്ടാന്നൊക്കെ ചോദിച്ച് ഭയങ്കര കരച്ചില്ല. എനിക്കെൻ്റെ ദൈവമായിരുന്നു നിങ്ങളെന്നും പറഞ്ഞ് ഭയങ്കര സങ്കടത്തോടു കൂടി കഴിഞ്ഞു പോയ കഥകളെല്ലാം പറയാം. ഏട്ടനില്ലാതെ ഞാൻ എങ്ങനെ ജീവിക്കും ഏട്ടാന്നൊക്കെ ചോദിച്ചു. അപ്പോഴേക്കും അങ്ങനെ എല്ലാവരും ഇങ്ങനെ ഭയങ്കര ഇതായിട്ട് ആ ഒരു സിറ്റുവേഷൻ എങ്ങനെ ഇതാക്കും എന്നോർത്ത് ഇങ്ങനെ ഭയങ്കര ഇതായിട്ട് അങ്ങനെ ഇരിക്കുക കേട്ടോ. കരഞ്ഞ് എല്ലാവരും വാടി തളർന്നു. അപ്പോൾ അങ്ങനെ തളർന്നിരുന്നാൽ അച്ഛൻ്റെ കാര്യങ്ങളൊന്നും നടക്കില്ല എന്നറിയാവുന്നത് കൊണ്ട് നമ്മുടെ അരവിന്ദേട്ടൻ്റെ രണ്ടാമത്തെ മോള് അവിടെ നിന്ന് എഴുന്നേറ്റ് പോയി. ഇപ്പോൾ പുറത്ത് എന്തൊക്കെയാണ് നടക്കുന്നതെന്നൊക്കെ നോക്കുക. അപ്പോൾ അവരുടെ അങ്കിൾ അവിടെ നിൽക്കുന്നു. അപ്പോഴേക്കും അരവിന്ദേട്ടൻ്റെ പെങ്ങളുടെ മകൻ അങ്ങോട്ടേക്ക് വന്നു. അപ്പോൾ മോള് വന്ന് ഇവരുമായിട്ട് സംസാരിക്കാനായിട്ട് ഇങ്ങനെ വന്നതാണ്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ തകർന്ന് നിൽക്കുമ്പോൾ അങ്കിളിനോട് വന്നിട്ട്, അങ്കിളെ അപ്പോൾ എന്താ മോളെന്ന് ചോദിച്ചു. ഇവിടുത്തെ ചടങ്ങുകൾക്കൊക്കെ എത്ര കാശാകുമെന്നൊന്നും എനിക്കറിയില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഭയങ്കര കരച്ചിൽ. അപ്പോൾ കയ്യിലുണ്ടായിരുന്നു എന്നിട്ട് അദ്ദേഹത്തിൻ്റെ കയ്യിലേക്ക് വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത് അച്ഛൻ്റെ പോക്കറ്റിൽ ഉണ്ടായിരുന്നതാണെന്നും പറഞ്ഞത് കൊടുക്കുക, ഹോസ്പിറ്റലിൽ നിന്ന് തന്നതാണെന്നും പറഞ്ഞു. അപ്പോഴേക്കും എല്ലാവരുടെയും കയ്യിൽ നിന്ന് പോയി, ഭയങ്കര സങ്കടം എല്ലാവർക്കും. അങ്ങനെ ആ പൈസ വന്നുകൊണ്ട് ഇവരുടെ മുന്നിൽ വന്നിങ്ങനെ നിൽക്കുമ്പോഴേ, മോളെ അരവിന്ദനെ പോയിട്ടുള്ളൂ, ഇവിടെ ഞാൻ ജയപാലനങ്ങൾ ഇവിടെ ഇല്ല മോളെ എന്ന് ചോദിച്ചു കേട്ടോ. നിങ്ങൾക്കാർക്കും ഈ അങ്കിളിന് മനസ്സിലാവില്ല, ഒരു കാലത്തും മനസ്സിലാവത്തില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പറയാം. എൻ്റെ ജീവൻ്റെ പാതിയടാ അവിടെ കിടക്കുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കര സങ്കടത്തോടു കൂടി അദ്ദേഹം ഇങ്ങനെ പറയുക. പക്ഷേ പാതി ശരീരമായിട്ട് ഞാനിവിടെ നിൽപ്പില്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അദ്ദേഹം ഭയങ്കര കരച്ചിൽ. അപ്പോൾ അയാളല്ലേ പോയിട്ടുള്ളൂ, അപ്പോൾ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയത് അങ്കിളേന്ന് മോള് ഇദ്ദേഹത്തിനോട് ചോദിക്കുന്നു. അപ്പോൾ ഇവരെല്ലാവരും ഇങ്ങനെ ഇതൊക്കെ കേട്ട് തകർന്ന് നിൽക്കുക കേട്ടോ. അച്ഛനായിരുന്നു ഞങ്ങൾക്കെല്ലാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവരിങ്ങനെ എല്ലാം പറയണം. അച്ഛൻ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു കാര്യം അച്ഛൻ അറിയാതെ നടന്നിട്ടില്ല എന്ന കാര്യമൊക്കെ ഇങ്ങനെ മകൾ പറയുവാണ്. നല്ല കാര്യമാണെങ്കിലും ചീത്ത കാര്യമാണെങ്കിലും ഞങ്ങളുടെ അച്ഛൻ അറിഞ്ഞേ നടന്നിട്ടുള്ളൂ എന്ന് പറഞ്ഞു. അത് അച്ഛനോട് ആദ്യം പറയുക ഞങ്ങളായിരുന്നു. അതിനു വേണ്ടി അച്ഛൻ്റെ കാല് വരെ അച്ഛൻ്റെ കോള് വരുന്നത് നോക്കി ഞങ്ങൾ കാത്തിരിക്കുമായിരുന്നു എന്നൊക്കെ പറഞ്ഞു ഭയങ്കര കരച്ചില്ല. നാളെ മുതൽ അച്ഛനില്ലാന്നും പറഞ്ഞു ഭയങ്കര കരച്ചില്ല. അപ്പോൾ ഞാൻ ഇനി എന്ത് ചെയ്യും ജയപാലങ്ങളെന്നും ചോദിച്ചുകൊണ്ട് ഒരൊറ്റ കരച്ചിലായിരുന്നു. അപ്പോൾ ആ ഒരു കരച്ചിലും ഇതെല്ലാം കണ്ടപ്പോൾ ചുറ്റിനും നിന്നവരുടെയൊക്കെ നെഞ്ച് പൊട്ടുവാണ്. എങ്ങനെയാ എത്രയും പെട്ടെന്ന് അച്ഛൻ മരിച്ചു പോയേ, ഇങ്ങനെയെങ്കിലും മരിക്കാനൊക്കെ പറ്റുമോ എന്നൊക്കെ ചോദിച്ചു ഭയങ്കര കരച്ചിൽ. ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റുന്നില്ല, ഞങ്ങൾക്ക് അച്ഛനല്ലാതെ വേറെ ആരുമില്ലെന്ന് അച്ഛൻ അറിഞ്ഞുകൂടെ എന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും മോള് കരയില്ലേന്നും പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഇങ്ങനെ ഭയങ്കര സമാധാനിപ്പിക്കില്ല കേട്ടോ. പക്ഷേ മോള് ഭയങ്കര കരച്ചിൽ, ചങ്കുപൊട്ടി കരയാണ്. ഇന്നലെ രാത്രി അച്ഛൻ എന്നോട് കുറേ നേരം സംസാരിച്ചതാണെന്നും അവിടെ ഇരുന്ന് അച്ഛൻ എന്നോട് സംസാരിച്ചതെന്നൊക്കെ പറഞ്ഞ് മോളിങ്ങനെ കൈ ചൂണ്ടിയൊക്കെ കാണിക്കാം. അപ്പോൾ എന്നെ ചേർത്ത് പിടിച്ചതിൻ്റെ ചൂട് ഇപ്പോഴും എൻ്റെ കയ്യിലുണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ പൈസയും കൈ പിടിച്ച് ഭയങ്കര കരച്ചിലാണ്. അപ്പം അച്ഛൻ മാത്രം പോയെന്നൊക്കെ പറഞ്ഞിങ്ങനെ എണ്ണിപ്പറക്കി കരയുമ്പോഴേക്കും മോളെയും കൂട്ടിക്കൊണ്ട് അവരുടെ ചേട്ടൻ അങ്ങോട്ടേക്ക് പോയിട്ടോ. അപ്പോൾ അവരങ്ങ് പോയി കഴിഞ്ഞപ്പോൾ ഇവർ ഭയങ്കര സങ്കടപ്പെട്ട് ഇങ്ങനെ ഈ കാഴ്ചയൊക്കെ കണ്ട് താങ്ങാൻ മേലാതെ അങ്ങനെ അതെല്ലാം കഴിഞ്ഞു. പിന്നെ ചടങ്ങിനുള്ള കാര്യങ്ങൾ ഇതെല്ലാം ഇതെല്ലാം ചെയ്ത് എല്ലാം സമയങ്ങളിലെല്ലാം ചെയ്യുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞപ്പോൾ ജയപാലൻ മകനോട് ചോദിക്കേടാ നീ അമ്മയോട് പറഞ്ഞായിരുന്നു എന്ന്. അപ്പം ഞാൻ പറഞ്ഞായിരുന്നു എന്ന് പറഞ്ഞു. ഇങ്ങനെയുള്ളപ്പോഴാണോടാ ശത്രുതയൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കുന്നത്, ഇങ്ങനെയുള്ളപ്പോൾ ശത്രുതയൊന്നും മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കരുതെന്ന് ജയപാലൻ അവിടെ നിന്ന് പറയാം. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അങ്ങോട്ടേക്ക് ഒരു വീട്ടുകാർ വരുന്നു. അപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങി ഇപ്പോൾ കുറച്ച് താമസിച്ചു പോയി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അവർ പറയും. അപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോഴാണ് ഞങ്ങൾ വിവരം അറിയുന്നതെന്നൊക്കെ പറഞ്ഞതുകൊണ്ട് ജയപാലനോട് വന്ന് വിവരം പറയുന്നു. അത് വേറെ ആരും ആയിരുന്നില്ല, നമ്മുടെ അരവിന്ദേട്ടൻ്റെ മൂത്ത പെൺകുട്ടിയെ വിവാഹം ആലോചിച്ച് വന്ന് അവരായിരുന്നു. അപ്പോൾ അവർ കയറി വരുന്നു. അതിന് ശേഷം ഇവർക്ക് റീത്തൊക്കെ വെക്കുന്നു. റീത്തൊക്കെ വെച്ച് ഇങ്ങനെ നിൽക്കുമ്പോൾ
അവരെല്ലാവരും ഇങ്ങനെ ഇവരെ നോക്കുക കേട്ടോ. തകർന്നിരിക്കുന്ന മൂത്ത മോളെ കണ്ടപ്പോഴത്തേക്കും ഭയങ്കര ഒരു സങ്കടത്തോടു കൂടി ഇരിക്കുക ഇവർ. അപ്പോൾ ഇവർ കൊണ്ടുവന്ന റീത്തൊക്കെ വെച്ച് ഇങ്ങനെ നോക്കി നിൽക്കുമ്പോഴത്തേക്കും നമ്മുടെ അരവിന്ദേട്ടൻ്റെ പെങ്ങളോട് ശാരദേ ഋഷിയുടെ വീട്ടുകാർ വന്നിട്ടുണ്ടെന്ന് പറയുമ്പോഴത്തേക്കും കാലൻ്റെ കയറുമായിട്ടാണല്ലോ നിങ്ങൾ ഈ വീട്ടിലേക്ക് കയറി വന്നതെന്ന് പറയാം. അപ്പോൾ എന്തു പാപം ചെയ്തിട്ടാണ് എൻ്റെ അരവിന്ദേട്ടൻ എൻ്റെ ഏട്ടൻ്റെ ജീവൻ എടുത്തല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കര കരച്ചില്ല. അപ്പോൾ അവർക്കും ഭയങ്കര ബുദ്ധിമുട്ടായിപ്പോയി ഇത് പറയുന്നത് കേട്ട് കഴിഞ്ഞപ്പോഴേ. അപ്പോൾ നിങ്ങൾ ഒന്ന് വിചാരിക്കരുത്, സങ്കടം കൊണ്ട് പറയുന്ന കേട്ടോ എന്ന് പറഞ്ഞു. അങ്ങനെ ഋഷി എന്നിട്ട് അവരെയൊക്കെ നോക്കി പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവരോടും ഓരോന്നൊക്കെ പറഞ്ഞ് അങ്ങ് പോവുകയാണ്. അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞ് അവരങ്ങ് പോയി. അപ്പോൾ പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞ് അവർ പറഞ്ഞതൊന്നും വിഷമിക്കേണ്ട, അവരൊരു നാട്ടിൻപുറത്തെ സ്ത്രീയാണ്, അതുകൊണ്ട് അങ്ങനെ പറഞ്ഞ കേട്ടോ എന്നും പറഞ്ഞുകൊണ്ട് ജയപാലൻ ഇങ്ങനെ ഋഷിയുടെ അച്ഛനോടൊക്കെ പറഞ്ഞു. അപ്പം നമുക്കത് പിന്നീട് സംസാരിക്കാൻ ജയപാല. അപ്പം അങ്ങളെ അത് സംസാരിക്കേണ്ട സ്ഥലവും സാഹചര്യവും ഇതല്ലല്ലോ എന്ന് ഋഷിയും പറഞ്ഞു. അവർക്കില്ലാത്ത ഔചിത്യബോധം നമ്മളെങ്കിലും കാണിക്കണ്ടേ എന്ന് ഋഷി പറയാണ്. അപ്പോൾ ശേഷം കാര്യങ്ങളൊക്കെ നമുക്ക് പിന്നീട് സംസാരിക്കാം, അപ്പോൾ ഞാൻ വിളിച്ചോളാമെന്ന് പറഞ്ഞ് അവരങ്ങ് പോയി. ജയപാലൻ ഇങ്ങനെ നിൽക്കുന്നു. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അരവിന്ദേട്ടൻ പറഞ്ഞ കാര്യങ്ങൾ ആ ഒരു ബോഡിയുടെ മുന്നിലിരുന്ന് അരവിന്ദേട്ടൻ്റെ ഭാര്യ ഇങ്ങനെ ആലോചിക്കുക. അവർ അങ്ങനെ നടന്നു പോയപ്പോൾ ഇത് അരവിന്ദൻ്റെ ഭാര്യയാണ്, ഞാൻ തോളത്ത് കൈയിടുന്നതിൽ ആർക്കെങ്കിലും എതിർപ്പുണ്ടോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞത്. അപ്പോൾ അങ്ങനെ അവർ രണ്ടുപേരും കൂടെ ഒറ്റയ്ക്ക് ഇരുന്നതും അവർ രണ്ടുപേരും മനസ്സിൽ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്ന കാര്യങ്ങളെല്ലാം ആലോചിച്ച് ഇങ്ങനെ ചങ്കു പൊട്ടി കരഞ്ഞുകൊണ്ട് അങ്ങനെ ഇരിക്കുക. അത് കഴിഞ്ഞ് പിന്നെ മക്കളുമായിട്ടുണ്ടായിരുന്ന ആ ഒരു സമയവും അതുപോലെ അച്ഛനായിട്ടുണ്ടായിരുന്ന അച്ഛനോടുണ്ടായിരുന്ന ഒരു സ്നേഹം, അച്ഛൻ ഓരോ മക്കളെയും കരുതലോടെ ചേർത്ത് പിടിച്ചത് എല്ലാം മക്കളും ഇരുന്ന് ആലോചിക്കുന്നു. അതുപോലെ തന്നെ അമ്മയോട് പറഞ്ഞ കാര്യങ്ങൾ അങ്ങനെ എല്ലാം ആലോചിക്കുവാണ്. അങ്ങനെ ഇതെല്ലാം ആലോചിച്ച് അവർ ഭയങ്കര തകരിപ്പണമായിട്ടൊരു വിഷമത്തോടെ ഇരുന്നിങ്ങനെ ആലോചിക്കുവാണ്. അങ്ങനെ എല്ലാം ആലോചിച്ച് ഓരോന്ന് എണ്ണിപ്പറക്കി അമ്മയും ഭാര്യയും മക്കളും എല്ലാവരും ഇങ്ങനെ ഇരുന്ന് ആലോചിക്കുക. അതിനുശേഷം മരിക്കുന്നതിന് കുറച്ച് ദിവസങ്ങൾ മുമ്പ് വരെ സംഭവിച്ച കാര്യങ്ങളാണ് ഇവരിങ്ങനെ ആലോചിക്കുന്നത്. അതിനുശേഷം പിന്നെ അരവിന്ദേട്ടൻ ഞങ്ങളൊരു തീരുമാനം എടുക്കുകയാണ്, നിനക്ക് വേണ്ടി നല്ലൊരു പെൺകുട്ടിയെ വേറെ നോക്കാം മോനെ എന്ന് ശാരദയുടെ മകനോട് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയാണ്. വിനോദേ, നീ ഞങ്ങൾക്ക് വേണ്ടി ഇത്രയൊക്കെ കാലം കുടുംബത്തിന് വേണ്ടി കഷ്ടപ്പെട്ടില്ലേ, അതുപോലെ തന്നെ എക്കാലവും നീ ഞങ്ങളുടെ കുടുംബത്തോടൊപ്പം ഉണ്ടാവില്ലേ എന്ന് ചോദിച്ചു. ഉറപ്പായും എന്നന്ന് അവൻ പറഞ്ഞിരുന്നു. ആ കാര്യമെല്ലാം അവനിങ്ങനെ ആലോചിക്കുക. അങ്ങനെ ആ കാര്യങ്ങൾ അവൻ ആലോചിക്കുന്നു. അതിനുശേഷം പിന്നെ ശാരദയായിട്ട് വഴക്കുണ്ടാക്കിയ കാര്യങ്ങൾ ശാരദ ആലോചിക്കുന്നു. അപ്പം ഞാനുണ്ടടി നിൻ്റെ കൂടെ, നീ ധൈര്യമായിട്ടിരിക്കടി എന്നൊക്കെ അന്ന് അരവിന്ദേട്ടൻ പറഞ്ഞ കാര്യങ്ങൾ. അങ്ങനെ ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചടങ്ങുകൾ നടത്തണ്ടേന്നൊക്കെ ചോദിച്ചുകൊണ്ട് നാട്ടുകാർ ചിലരൊക്കെ വന്നു. ശരി, നടത്താമെന്ന് പറഞ്ഞു. അതിനുശേഷം പിന്നെ അദ്ദേഹത്തിനെ ദഹിപ്പിക്കാനായിട്ട് എടുക്കുവാണ്. അങ്ങനെ അമ്മയും മക്കളും കൂടി അദ്ദേഹത്തിനെ യാത്രയാക്കുക. അങ്ങനെ അദ്ദേഹത്തിനെ ആംബുലൻസിൽ കയറ്റി യാത്രയാക്കി. എല്ലാവരും ഇങ്ങനെ ഭയങ്കര കരച്ചിലും ബഹളവും ഒക്കെ ആയിരുന്നേ. അങ്ങനെ അദ്ദേഹത്തിനെയും കൊണ്ട് ആംബുലൻസ് പോകണം. അരവിന്ദേട്ടൻ്റെ ബോഡിയുമായിട്ട് ആംബുലൻസ് പോകാൻ തുടങ്ങുമ്പോഴേക്കും എല്ലാവരും അലമുറയിട്ട് കരഞ്ഞ് അദ്ദേഹത്തിൻ്റെ അരികിലേക്ക് ഇങ്ങനെ ഓടി ചെല്ലുക. അപ്പോൾ ഓരോരുത്തരായിട്ട് ശാരദേനെയും അതുപോലെ ഭാര്യയെയും മക്കളെയും എല്ലാവരെയും ഇങ്ങനെ പിടിച്ചു വലിച്ചിങ്ങനെ പുറകോട്ട് വലിച്ചിങ്ങനെ നിർത്തുക. അരവിന്ദേട്ടാ എന്നും വിളിച്ച് ഭയങ്കര ഒച്ചയ്ക്ക് കരഞ്ഞ് ബഹളം കൂട്ടി ഇവരിങ്ങനെ ഭയങ്കര എല്ലാവരെയും വിഷമിപ്പിക്കുന്ന രീതിയിൽ ഇങ്ങനെ ഒരു സിറ്റുവേഷനാണ് കാണിക്കുന്നത്. എന്തായാലും അരവിന്ദേട്ടൻ ഇനി അവരുടെ ജീവിതത്തിൽ ഇല്ല എന്നുള്ള ഒരു ബോധത്തോടു കൂടി കാര്യങ്ങളെല്ലാം മുന്നോട്ടിങ്ങനെ കൊണ്ടുപോകുന്ന ആ ഒരു സിറ്റുവേഷനും കാര്യങ്ങളും അങ്ങനത്തെ ആ ഒരു ഒത്തിരി വേദനിപ്പിക്കുന്ന മുഹൂർത്തങ്ങളും ഒക്കെ ആയിട്ടാണ് നമ്മുടെ ഇന്നത്തെ കഥ വന്നിട്ടുള്ളത്. അപ്പോൾ ആരും തന്നെ മിസ് ചെയ്ത് കളയരുതിട്ട്, എല്ലാവരും കാത്തിരുന്ന് കാണണേ. എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി അറിയിക്കുന്നു. എല്ലാവരും തരുന്ന സപ്പോർട്ടിനും സ്നേഹത്തിനും ഒരുപാട് നന്ദി അറിയിച്ചുകൊണ്ട് വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുക കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നന്ദി. സീ അഗൈൻ, ടേക്ക് കെയർ, ബൈ ബൈ, ടാറ്റാ.